നമ്മളൊക്കെ മൂവീസിന്റെ സോങ്സ് എൻജോയ് ചെയ്യുന്ന ഓഡിയൻസ് അല്ലേ? പക്ഷെ ചില സോങ്സ് ഓഡിയൻസിനുള്ളതല്ല. വെൽക്കം ടു ഗ്ലോബൽ വുഡ് റെക്കോർഡ്സ്. ഇന്ന് നമുക്ക് ഡൈജറ്റിക് മ്യൂസിക് ടേക്ക് ഓവർ എന്നുള്ള ഒരു ടെക്നിക്ക് ഫിലിംസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി ഡൈജസിസ് അല്ലെങ്കിൽ ഡൈജറ്റിക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമാ ലോകം അല്ലെങ്കിൽ ആ സ്റ്റോറിയുടെ ലോകം, ഫിക്ഷണൽ വേൾഡ്, ആ വേൾഡിലെ ക്യാരക്ടേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യാനും കേൾക്കാനും ഫീൽ ചെയ്യാനും ഉള്ള സോങ്സ് ആണ് ഡൈജറ്റിക് സോങ്സ്. അത് അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള അല്ലെങ്കിൽ ആ ഒരു ഫിക്ഷണൽ വേൾഡിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സോങ്. ഇനി ആ സോങ്ങിനെ ഓഡിയൻസിനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓഡിയൻസിനെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ലൗഡ് ആക്കുക, കുറച്ചുകൂടി എക്സ്പീരിയൻഷ്യൽ ആക്കുക, കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റ് ആക്കുക, അതിനെയാണ് മ്യൂസിക് ടേക്ക് ഓവർ, ഡൈജറ്റിക് മ്യൂസിക് ടേക്ക് ഓവർ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദ വെരി ഫേമസ് ഹിന്ദി മൂവി ത്രീ ഇഡിയറ്റ്സ്. ത്രീ ഇഡിയറ്റ്സിലെ വെരി ഫേമസ് സോങ് ഗീവ് മീ സം സൺഷൈൻ. ആ സോങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ക്യാരക്ടർ ഗിറ്റാറിൽ വെറുതെ അയാൾക്ക് വേണ്ടി പാടുന്ന ഒരു സോങ് ആയിട്ടാണ്. പക്ഷെ അത് പയ്യെ 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 ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സോങ് ആയി, ഒരു ഔട്ട്ബേഴ്സ്റ്റായി, ഒരു ലൗഡ് മ്യൂസിക്കായി മാറുന്നുണ്ട്. ദാറ്റ് ഈസ് ഡൈജറ്റിക് സൗണ്ട് അല്ലെങ്കിൽ മ്യൂസിക് ടേക്ക് ഓവർ എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ നമ്മുടെ പ്രേമ മൂവി. അതിലെ ആ ബെഞ്ചിൽ കൊട്ടിയുള്ളൊരു താളമുണ്ട്. ആ താളം സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്, ആ ഒരു ബിഗിനിങ് പോയിന്റിൽ ആ താളത്തിനെ കാണിക്കുന്നത് ആ ക്ലാസ് റൂമിലെ കുട്ടികൾ എൻജോയ് ചെയ്യുന്ന ഒരു താളം. ബെഞ്ചിലൊക്കെ കൊട്ടി പെൺകുട്ടികൾ ഇങ്ങനെ നിവിൻ പോളിയെ വായി നോക്കിയൊക്കെ പോകുമ്പോൾ ബെഞ്ചിൽ കൊട്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവർ തന്നെ എൻജോയ് ചെയ്യുന്ന ഒരു താളം. പക്ഷെ പിന്നീട് പയ്യെ പയ്യെ ഓരോ സീൻസിലും ആ താളം നമുക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ലൗഡർ, കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിട്ട് നമുക്ക് വേണ്ടി, നമ്മൾ ഓഡിയൻസിന് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അതാണ് ഡൈജറ്റിക് മ്യൂസിക് ടേക്ക് ഓവർ. ഇനി പ്രേമത്തിൽ തന്നെ മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ മലർ മിസ് ഡാൻസ് കളിച്ച് ഞെട്ടിച്ച ഒരു ട്യൂണില്ലേ, ഒരു സോങ്ങില്ലേ, ഒരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് ആദ്യത്തെ പോർഷൻ നമ്മൾ കാണിക്കുമ്പം, ഈ നിവിൻ പോളി ആൻഡ് ഫ്രണ്ട്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തെ പോർഷൻസ് കാണിക്കുമ്പം അവരൊരു റേഡിയോയിൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഒരു എക്യുപ്മെന്റിൽ ഇട്ടിട്ട് അത് കേട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. പക്ഷേ വെൻ മലർ മിസ് ഡസ് ദാറ്റ്, വെൻ മലർ മിസ് ഇസ് കൊറിയോഗ്രാഫിങ് ദ ഡാൻസ്, ആ മ്യൂസിക് നമ്മൾ ഓഡിയൻസിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മലർ മിസ് ഡാൻസ് ചെയ്യുമ്പോൾ ആ മ്യൂസിക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. That is again an example of diegetic music takeover. One more example പറയാം. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്. അതിൽ ഇവർ ട്രിപ്പ് പോകാൻ ഇറങ്ങുമ്പോൾ കാറിലിടുന്ന പാട്ടുണ്ട്, കൺമണി അൻപോട് കാതൽ എന്നുള്ള പാട്ട്. ട്രിപ്പ് പോകാൻ നേരത്ത് അവർ എൻജോയ് ചെയ്ത് ആ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട ഒരു പാട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് വേണ്ടിയിട്ടിട്ട പാട്ട് പോലെ അല്ല അത് തോന്നുക, ആ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടിട്ട പാട്ട് പോലെയാണ് തോന്നുക. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, സുഭാഷിനെ പൊക്കിയെടുക്കുന്ന സമയത്ത് ആ സോങ് ഒരു ഫുൾ മ്യൂസിക് ആയിട്ടാണ്, ഓഡിയൻസിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് ആ സോങ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ട്രാൻസിഷൻ ഫ്രം ദ സോങ് ഫോർ ദ ക്യാരക്ടേഴ്സ് ടു ദ സോങ് ഫോർ ദ ഓഡിയൻസ്, അതാണ് ഡൈജറ്റിക് മ്യൂസിക് ടേക്ക് ഓവർ. നിങ്ങളെപ്പോലെ എനിക്കും ഇതിൻ്റെ പേര് നാളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ലേറ്റസ്റ്റ് കണ്ട ഏതെങ്കിലും ഒരു മൂവിയിൽ ഇങ്ങനത്തെ ഒരു ഡൈജറ്റിക് മ്യൂസിക് ടേക്ക് ഓവർ നടന്നിട്ടുണ്ടോ, അതെങ്ങനെയാണ് എന്നൊന്ന് കമൻസിൽ എഴുതിയിട്ടേക്കോ.